നിലമ്പൂരിലേക്കാണ് ആദ്യം. വെൽഫെയർ പാർട്ടി പിന്തുണയിൽ UDF-നെതിരെ വിമർശനം തുടർന്ന് LDF ലീഗിന്റെയും UDF-ന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആരോപിച്ചു. UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും ഐക്യകക്ഷിയായെന്നതിന്റെ പ്രഖ്യാപനമാണ് VD സതീശൻ നടത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയ ചേരിതിരിവുണ്ടാക്കി LDF തരം താണ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് K മുരളീധരൻ പറഞ്ഞു. CPM പച്ചയായ വർഗീയ പ്രചാരണം അഴിച്ചുവിടുന്നുവെന്ന് രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. CPM അവസരവാദം ഉയർത്തുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. മഹദനിയെ തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തവരാണ് CPM എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. PDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടി കൂടി കടന്ന് UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു. അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ്. ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അവർക്ക് ആരെയും കൂട്ടാം. അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി. അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. പണ്ട് രാഷ്ട്രീയത്തിൽ തൈരാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ചൊല്ലെങ്കിൽ CPM തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും. CPM-നെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതൊന്നും വിലപ്പോവില്ല. വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അതായത് അവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ പീഡിതരും പിന്നെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും. ഞങ്ങളാരൊക്കെ പിന്തുണച്ചോ അവരൊക്കെ മോശക്കാരും വർഗീയവാദികളും. ഈ സ്റ്റാൻഡാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ അധപ്പതനത്തിന്റെ മുഖ്യ കാരണം. ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നവർ ദേശാഭിമാനി ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം PDPയുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തുമില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതല്ല. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അതിനുള്ള അസ്വസ്ഥതയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് PDP നേരത്തെ പറഞ്ഞു അവരെ ഒരുപാട് പീഡിതരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ഇടതുമുന്നണി സർക്കാരാണ്. CPM-നെ പിന്താങ്ങിയാൽ പുരോഗമനം, UDF-നെ പിന്താങ്ങിയാൽ അത് പിന്തിരിക്കും. അത് അവരുടെ കയ്യിലിരിക്കട്ടെ. ഞങ്ങളതൊന്നും ഗൗരവമായിട്ട് കാണാൻ പോകുന്നില്ല. മുഹമ്മദ് അസ്ലം നിലമ്പൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അസ്ലം, നേരത്തെ അനുദിനം വിഷയങ്ങൾ മാറി വന്നിരുന്നുവെങ്കിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തുടർച്ചയായ രണ്ടാം ദിനവും ഇത് തന്നെയാണോ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ചർച്ച? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ഉണ്ടായ പ്രതികരണങ്ങൾ എങ്ങനെ, രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെ? വെൽഫെയർ പാർട്ടിയും PDP-യും ഇന്നലെ UDF-നും LDF-നും മാറി മാറി പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇന്നലെ ഉണ്ടായ ചർച്ച അതിന്നും തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ PDP-യും ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നയരൂപീകരണ കക്ഷിയായി മാറി, അവരുടെ ഘടകകക്ഷിയായി മാറി എന്നാണ് M സ്വരാജും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും പറഞ്ഞത്. ആ അർത്ഥത്തിലുള്ള പ്രചരണവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കണ്ട് സംസാരിച്ച രമേശ് ചെന്നിത്തല, K മുരളീധരൻ, MMS തുടങ്ങിയ UDF നേതാക്കളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ മുൻ നിലപാട് മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അതായത് ജമാഅത്ത് CPM-യുമായി കൂടിയപ്പോൾ അവർ വിശുദ്ധരും ഇപ്പോൾ അവർ അശുദ്ധരാണ് എന്ന രീതിയിലാണ് PDP-യെ തലയിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് വെൽഫെയർ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളെ പറയുക, അവസരവാദ രാഷ്ട്രീയം എടുക്കുകയാണ് CPM എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് K മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് വർഗീയ പ്രചരണം നടത്തി അതിലൂടെ വിഭാഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ CPM ശ്രമിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് പിന്തുണയും CPM ഈ വിവാദം ഉയർത്തുന്നതിലൂടെ ഒന്ന് വർഗീയ ചേരികളുമായി UDF-ന് പിന്തുണ ഉണ്ട് എന്നതിനുള്ള രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ
പിന്നെ മുസ്ലിം സമൂഹത്തിലെ സുന്നി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമം കൂടി CPM നടത്തുന്നുണ്ട്. അതേസമയം ഇതിൽ അത്തരമൊരു പിന്തുണ പ്രശ്നമൊന്നും മറ്റുള്ളവരുടെ വോട്ടിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ മാറ്റം ഉണ്ടാക്കിയാൽ ഇത് ആദ്യം ലഭിച്ച പിന്തുണയല്ല. 2017 ശേഷം 2019 മുതൽ തന്നെ ആ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകൾ അത് വിള്ളലുണ്ടാക്കില്ല, അത് ഗുണമേ ഉണ്ടാക്കുന്ന ഒരു വേദിത്തിലാണ് UDF ഉള്ളത്. അതുകൊണ്ട് തന്നെ PDP അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭ സംബന്ധിച്ചുള്ള വിവാദങ്ങളിലേക്ക് നേതാക്കൾ കടന്നു. CPM നേതാക്കളിൽ നിന്ന് അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും ഇവരുടെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ മറുപടി പറയുന്നുണ്ട്. അതായത് ഹിന്ദു മഹാസഭ മാത്രമല്ല RSS തന്നെ BJPക്ക് അല്ലെങ്കിൽ CPM-നൊപ്പം നിൽക്കുകയാണ് എന്നാണ് കെ മുരളീധരൻ വിമർശിച്ചത്.